ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കട്ട് ബീഡ്സും സ്റ്റോണും വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ആക്സസറീസ് വെച്ച് ചെയ്യുന്ന ഒരു ഹെയർ ബാൻഡാണ്. വളരെ എളുപ്പമാണ്, നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്ന ഹാഫ് കട്ട് ബീഡ്സ് ആണ്. 6 ഉണ്ട് 8 ഉണ്ട്, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ ഇപ്പോൾ 6 mm ആണ് എടുത്തിരിക്കുന്നത്. 6ന് ഞാനതിൽ സ്റ്റോൺ ചെയ്ത് കവർ ചെയ്ത് എടുക്കുകയാണ്. ശരിക്കും ഈ വീഡിയോ കാണിക്കുമ്പോൾ ആ സ്റ്റോൺ ചെയ്ത് കവർ ചെയ്തൊക്കെ പുറത്തു കൊണ്ട് കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊന്നും കിട്ടുന്നില്ല കേട്ടോ. ശരിക്കും ഇങ്ങനെയല്ലാതെ ശരിക്കും നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഇതിന് വലിയ ഒരുപാട് ആക്സസറീസ് ഒന്നും ഒട്ടും ആവശ്യമില്ല. വളരെ കുറഞ്ഞ മെറ്റീരിയൽ വെച്ച് വളരെ വിലക്കുറവിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കവർ ചെയ്തെടുത്തു. അപ്പോൾ ഇത് കുറച്ച് ആവശ്യമുണ്ട്, അപ്പോൾ ആവശ്യത്തിനുള്ളതെല്ലാം ഞാൻ ചെയ്തെടുത്തു. അപ്പോൾ അടുത്തത് ഹെയർ ബാൻഡ് ചെയ്യുകയാണ്. ഹെയർ ബാൻഡിന് ആവശ്യമായി ഫ്രെയിം എടുത്തു. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഫ്രെയിം എടുക്കാം. മെറ്റാലിക് എടുക്കാം, സിൽവർ എടുക്കാം, ഏത് വേണോ എടുക്കാം. ഞാനിപ്പം ഗോൾഡിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്തു വെച്ച ആ പാച്ചസ് കട്ട് ബീഡ്സ് വെച്ചുള്ളത് വെച്ചു. അതിനുശേഷം ഞാൻ 4 mm, നമ്മുടെ കട്ട് ബീഡ്സിൻ്റെ സൈസ് പലതരത്തിലുണ്ട്, 2 mm തൊട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ ഒരു 4 mm ആണ് വെച്ചിരിക്കുന്നത്. അത് 2 എണ്ണം 2 ലെയറായിട്ട് കൊടുക്കുന്നു. 2 ലെയറായിട്ട് കൊടുത്തു. അടുത്ത് വീണ്ടും ഒരു കട്ട് ബീഡ്സ്. അങ്ങനെയാണ് ചെയ്തു പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒന്ന് മനസ്സിൽ വിചാരിക്കുക, എന്നിട്ട് അത് ചെയ്യുക. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ കട്ട് ബീഡ്സ് നമ്മൾ ആ 2 ലെയർ കൊടുക്കുന്നത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഹെയർ ബാൻഡ് കുറച്ച് ചെറിയ സ്പേസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ആ സ്പേസിൻ്റെ നമ്മൾ 2 കട്ട് ബീഡ്സ് വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ആ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഒരു സംശയമുണ്ട്, അത് ഇളകി പോകത്തില്ലേ എന്ന്. പിന്നെ അത് ഇളകി ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് സ്പേസിൽ വെക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഇളകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഫിനിഷ് ചെയ്തിട്ട് വേറൊരു കാര്യം നമ്മൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെ 2 കട്ട് ബീഡ്സ് സെൻറ്ററിൽ നമ്മൾ ഒരു പാച്ചസ് പോലെ ചെയ്തെടുത്ത് അതും ചെയ്തെടുത്തു. അപ്പോൾ നല്ല മനോഹരമായിട്ട് നല്ല രസമാണ് കേട്ടോ ഇത് ചെയ്തെടുത്തപ്പോൾ. വളരെ റേറ്റ് കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹെയർ ബാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഗം അപ്ലൈ ചെയ്ത് ചെയ്യുക. കാരണം ഈ കട്ട് ബീഡ്സൊക്കെ നമ്മളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചല്ലേ പോകുന്നത്, ഇത് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഗം കാണില്ല. പിന്നെ ഇത് ഇളകിപ്പോവും. കട്ട് ബീഡ്സൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഇളകിപ്പോവും. കാരണം 2 സൈഡിൽ കുഞ്ഞു 4 mm വെക്കുന്നത്. അപ്പോൾ ഏകദേശം ഞാനങ്ങ് ഫിനിഷ് ചെയ്ത് നോക്കിയേ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും എപ്പോഴും വളരെ ശ്രദ്ധിച്ച് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ഈ ചെറിയ കട്ട് ബീഡ്സ് വയ്ക്കുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ. ഈ ചെറിയ കട്ട് ബീഡ്സ് തന്നെ വെച്ചിട്ട് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാം, അല്ലാതെ ഹെയർ ക്ലിപ്പ് ചെയ്യാം, സെൻറ്റർ ക്ലിപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങി നമ്മൾ കുറച്ച്, ഇത് 10 ഗ്രാം 20 ഗ്രാം ഒക്കെ നമുക്ക് കിട്ടും ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് വാങ്ങിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പോയി ചെയ്തിട്ട് റെഗുലർലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനതങ്ങ് ഫിനിഷ് ചെയ്തു. ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ കൈവച്ചൊക്കെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് നോക്കണം. എന്നിട്ട് 2 സൈഡ് നമ്മൾ ചെയ്തത് ഈക്വൽ ആണോ എന്ന് കൂടെ നോക്കണം. അതിനുശേഷം വേണം ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. എന്നാലേ, അപ്പോൾ ചിലപ്പോൾ ഒരു സൈഡ് കയറിയും ഒരു സൈഡ് കുറച്ച് കൂടുതലും ഒരു സൈഡ് കുറച്ച് കുറഞ്ഞും ഒക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ 2 സൈഡും ഈക്വലായിട്ട് വെക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. നമ്മൾ ഹെയർ ബാൻഡ് പിള്ളേർ ഹെയറിൽ വെക്കുമ്പോഴും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ 2 കട്ട് ബീഡ്സ് വെച്ചിട്ട് 2 ലെയർ വെച്ചായിരുന്നില്ലേ, അതിൻ്റെ സെൻറ്ററിലേക്ക് ഗം അപ്ലൈ ചെയ്തു. അതിലേക്ക് ഞാനൊരു ഡയമണ്ട് സ്റ്റോൺ, നമുക്ക് പല കളറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ സ്റ്റോൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ അതിന് പകരം ക്ലിപ്പ് സ്റ്റോൺ ഇതിൻ്റെ ഇടയിൽ വയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. സ്റ്റോൺസ് തന്നെയാണ്, അല്ലെങ്കിൽ ഗോൾഡൻ ബീഡ്സ് അല്ലാതെ. കാരണം വളരെ കുറച്ച് നമ്മൾ 4 ഫ്ലവർ ഇരിക്കും പോലെ ഇരിക്കുന്നുണ്ട്, ബീഡ്സ് ഇരിക്കുന്നത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ സ്പേസ് ഇല്ല. അപ്പോൾ അത് സ്റ്റോൺ വയ്ക്കാനേ പറ്റത്തുള്ളൂ. എന്നിട്ട് അതിൻ്റെ സൈഡ് 2 എഡ്ജും ഞാൻ നമ്മുടെ എൻഡ് ടേപ്പ് കൊണ്ട് ഇത് ചെയ്തു. എൻഡ് ടേപ്പ് നമുക്ക് മീറ്ററിന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമുക്കിത് ഇതൊക്കെ വളരെ കുറച്ച് രൂപയേ ഉള്ളൂ. നമുക്ക് 1 മീറ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപയോഗിക്കുന്നത്. കാരണം നമ്മളൊരു ചെറിയൊരു പീസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം ഇതൊന്ന് ഡ്രൈ ആവാൻ വെച്ചു. ഡ്രൈ ആയിട്ട് ഞാൻ ഒന്നുകൂടെ അതെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് ഫിനിഷ് ചെയ്തു. ഇനി അടുത്ത് നമ്മുടെ ഈ കട്ട് ബീഡ്സ് ഫിക്സ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നോക്കി ആ ബാക്ക് സൈഡിലെല്ലാം ഇങ്ങനെ കാണാം നമുക്കതിൽ കൂടെ.
അപ്പോൾ ഇത് ഇളകാനുള്ള ചാൻസ് ഉണ്ട്. അത് മാറ്റാനായിട്ട് ഫെൽറ്റ് ഷീറ്റ് ബ്ലാക്ക് കൊണ്ട് ഇപ്പോൾ കളറിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ വൈറ്റ് ആണ്. നമ്മുടെ കയ്യിൽ ബ്ലാക്ക് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ബ്ലാക്ക് നമ്മൾ കാണുമ്പോൾ ഒരു വൃത്തികേടായിട്ട് തോന്നുമെങ്കിൽ പക്ഷേ നമ്മൾ ഹെയറിൽ വെച്ച് കഴിഞ്ഞാൽ അത് അറിയത്തില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റേ ഉള്ളുമായിരുന്നു. അത് ഞാൻ നമ്മുടെ ആ ഒരു ഉദ്ദേശം ഒരു ഇതില്ലേ ഗ്യാപ്പ്, ആ ഗ്യാപ്പിൽ കൂടുതൽ വീതിക്ക് വരല്, കാരണം അത് പുറത്ത് കാണും, അത് വൃത്തികേടാണ്. അപ്പോൾ നമ്മൾ അത് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് ഫുൾ ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കാൻ നിൽക്കരുത്. നമ്മൾ ഒരു സൈഡിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് ഒട്ടിക്കുക. അതിനുശേഷം നമ്മൾ ഫെൽറ്റ് ഷീറ്റിൽ തന്നെ ഒട്ടിച്ചിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി. എന്നിട്ട് അവസാനം ആ എഡ്ജ് ഒന്ന് കട്ട് ചെയ്ത് നല്ല ഫിനിഷ് ചെയ്തെടുക്കുക. നോക്കിയേ. അതിനുശേഷം ഇത് നന്നായിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് ആ സൈഡ്, കാരണം സൈഡിലാണ് നമ്മുടെ ഈ കട്ട് ബീഡ്സ് ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുന്ന ആ സൈഡിലോട്ടൊക്കെ നന്നായിട്ട് വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ അത് പേസ്റ്റ് ആയിട്ടിരിക്കും. അത് ഇളകിയോ ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലൊന്നും വലിയ ബുദ്ധിമുട്ടോ നമുക്കിങ്ങനെ വയറ് ചുറ്റും ഒന്നും ചെയ്യേണ്ടതല്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.